മഞ്ഞപ്പിത്തം പടരുന്നതിനിടെ മലപ്പുറത്ത് ഇന്ന് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗം ചേരുകയാണ്. പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. ജില്ലയിൽ ഒരാഴ്ചക്കിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, വെരി ഗുഡ് മോർണിംഗ്. അവിടെ എന്തായാലും ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്. ചിലരൊക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിലാണ്. 3 മരണം ഈ ആഴ്ച തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ അടിയന്തര യോഗം നടക്കുകയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാവുക? പ്രധാനമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തുക. കാരണം ഇപ്പോൾ തന്നെ നിരവധി ആളുകൾക്ക്, ഏകദേശം 1000-ലധികം ആളുകൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചതുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ഇനി കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് നോക്കുക. കാരണം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിനു മുൻപ് തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സജീവമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഇത് കൈവിട്ടു പോവുകയും കൂടുതൽ ആളുകൾക്ക് രോഗം മൂർച്ഛിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ, അതുപോലെ തന്നെ മറ്റ് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെ ഈ അസുഖമുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ രോഗം മൂർച്ഛിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള ആളുകൾക്ക് പ്രത്യേക പരിചരണം നൽകാനുള്ള ഒരു തീരുമാനം എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 മരണമാണ് ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയുടെ അച്ഛനും ഒപ്പം തന്നെ സഹോദരനും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ആരോഗ്യനില നിലവിലെ സാഹചര്യത്തിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം മരിച്ച ചില ആളുകൾക്ക് കരൾ രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണം പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നൊരു നിഗമനത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനുള്ള നടപടിക്രമങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ മഴക്കാലം കൂടി വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ രോഗം വ്യാപനം സാധ്യത ഇവർ മുന്നിൽ കാണുന്നുണ്ട്. അതിനാൽ അതിനുള്ള നടപടിയും എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ പരമാവധി ബോധവൽക്കരണം നടത്താനുള്ളൊരു തീരുമാനമുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ തന്നെ പല ടൂറുകളും പോകും, അവിടെ നിന്നും പലതരത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് വരും. പിന്നീട് കൃത്യമായിട്ട് ശുചിത്വം പാലിക്കാത്ത പ്രശ്നങ്ങൾ, അത്തരം നിരവധി വിഷയങ്ങൾ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ഈ മേഖലകളിൽ, ഈ 2 ചാലിയാർ അതുപോലെ തന്നെ പോത്തുകല്ല് മേഖലകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കുറെ കൂടി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. യോഗം 11 മണിക്കാണ്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി ചേർന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് 3 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. അതിനിടെയായ ആ ഒരു 3 പേർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. നിരവധി പേർ ആശുപത്രികളിലാണ്, വീടുകളിലും ഒക്കെയായി ചികിത്സയിൽ ഇരിക്കുന്നവരുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ അടിയന്തര യോഗം.